ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ധീര എന്ന് പറഞ്ഞ ഫസ്റ്റ് ലുക്ക് വരും എന്ന് പറഞ്ഞു. അത് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ക്രൈസ്കി എന്ന് പറഞ്ഞ 6 കളക്ഷൻ 6.48 കോടിയാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് ആർട്ട് എന്ന് പറഞ്ഞ ടോർച്ചർ പ്രോമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് പുറത്തിറങ്ങും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് വരിക എന്നുള്ള അറിയില്ല. പിന്നെ പ്രളയ ശേഷം ഒരു ജലകന്യക എന്ന് പറഞ്ഞ ഒന്നടിച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സീതമ്മ വക്കീറ്റിലോ സിരിമല്ലെ ചെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം വെങ്കടേശും വായിശാവൊക്കെ മെയിൻ കഥാപാത്രം എത്തിയ പടമാണ്. അവിടെ റീ റിലീസ് ചെയ്യുന്നത് പറഞ്ഞു. എന്നാണ് റീ റിലീസ് ആയിട്ടുള്ളത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ 75 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞ മധുരമ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിന്റെ വീഡിയോസും പുറത്തിറങ്ങിയതും. പിന്നെ റോബിൻഹുഡ് എന്ന് പറഞ്ഞ അതിഥ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് മാർച്ച് 10 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. പിന്നെ വെമ്പ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ലുക്ക് അത് ഇന്ന് 12:45 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് ഡയറക്ടറായിട്ടുള്ള തങ്കർ ബച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരിക്കും പുറത്തിറക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ചാവ എന്ന് പറഞ്ഞ പടം തെലുങ്കിൽ റിലീസ് ചെയ്യുന്നത് ഇന്നാണ്. അപ്പോൾ 550 കൂടുതൽ സ്ക്രീൻസിലാണ് തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കൂടിയിട്ട് പടം റിലീസാവുന്നത്. പിന്നെ ദേവര എന്ന് പറഞ്ഞ ഭാഗത്ത് ജാൻവി കപൂറിന്റെ 10 ബർത്ത്ഡേ വിഷിന് പോസ്റ്റർ ഇറക്കി. അതേമാതിരി RC 16 രാംചരന്റെ 16ാമത്തെ പടത്തിൽ നിന്നും ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട് ജാൻവി കപൂറിനെ. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ 50 ഡേയ്സ് ടു പോസ്റ്റർ വന്നു. എനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത പടമാണിത്. പിന്നെ ഒസേപ്പിന്റെ ഒസയത്ത് എന്ന് പറഞ്ഞ കേരള ടീയർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ആനന്ദ് വികടൻ എന്ന് പറഞ്ഞ ബുക്കിന്റെ കവറിന്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇതേ മുരളി എന്ന് പറഞ്ഞ ഭാഗത്തുനിന്നായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ മുറുമുർ എന്ന് പറഞ്ഞ അവിടെ എന്നാണ് റിലീസിന് എത്തുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. പിന്നെ സച്ചിൻ എന്ന് പറഞ്ഞ അവിടെ റിലീസ് ചെയ്യേണ്ടത് തന്നെ സമ്മറിന് വീണ്ടും അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നിറം മാറും മുലകിൽ എന്ന് പറഞ്ഞ തേർഡ് സിംഗിൾ ആഴി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നലെ എന്തായാലും പടം എന്നാണ് റിലീസിന് എത്തിയിട്ടുള്ളത്. 1 day 2 പോസ്റ്റർ വന്നിരുന്നു ഫ്രം ടുമാറോ എന്നുള്ള രീതിയിൽ. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇന്നലെ ഒന്നാണ്. പിന്നെ ഷർവ 36 എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റർ ഇട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഷർവ എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ടാണ്. ടൈറ്റിൽ അനൗൺസ്മെന്റ് പടത്തുണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ NKR 21 അതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വരാൻ പോകുന്നത് 8ാം തീയതി എന്ന് വെച്ചാൽ നാളെ. നല്ലമുറി കല്യാണറാമിന്റെ 21ാമത്തോടാണ്. എന്തായാലും വരട്ടെ. പിന്നെ എംപയർ എന്ന് പറഞ്ഞ ബുക്കിന്റെ കവറിന്റെ ഫോട്ടോ രീതിയിൽ തണ്ടർ ബോൾസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. മാർവൽ സ്റ്റുഡിയോസിന്റെ ഇനി വരാനുള്ള പടമാണ്. പിന്നെ യമക്കാത്തകി എന്ന് പറഞ്ഞ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഫുൾ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേമാതിരി ഫ്രം ടുമാറോ എന്നുള്ള പോസ്റ്റർ ഇന്നലെ വന്നിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ ടീം ഇന്ന് രാവിലെ 9 മണിക്ക് കമല സിനിമാസിൽ ചെന്നൈയിൽ വന്നിട്ടുണ്ടായിരുന്നു ആ തിയേറ്ററിൽ. പിന്നെ അത് ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിട്ടുണ്ട് ജോൺ അബ്രാമിന്റെ. അപ്പോൾ ആ പടത്തിലത്തെ ഗർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 12 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കാളിദാസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വരാൻ പോവാണ് 8ാം തീയതി എന്ന് വെച്ചാൽ നാളെ. അതിന്റെ ടൈമൊന്നും അറിയിച്ചിട്ടില്ല, പിന്നീട് അറിയിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ദിൽറുബ എന്ന് പറഞ്ഞ ട്രെയിലർ ഇന്നലെ 5 വരും എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിന്റെ മുന്നായിട്ട് ട്രെയിലർ ലോഞ്ച് ഇവന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ വെച്ചിട്ട് PVR RK സിനിപ്ലക്സിൽ വെച്ചിട്ട്. പിന്നെ ബൈസൻ കാലമാടം എന്ന് പറഞ്ഞിട്ടുള്ള ധ്രുവിക്രമും അഭിനയിക്കുന്ന പടം മാരിസെൽവരാജ് എടുക്കുന്ന പടമാണ്. ഇപ്പോൾ രഞ്ജിത്താണ് പ്രസന്റ് ചെയ്യുന്നത്. ഈ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വരും എന്ന് പറഞ്ഞിരുന്നു ഇന്ന്. അത് 5 മണിക്കാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള അസുവലിന്റെ പടം സോണി ലിവിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. ഇന്ന് സ്ട്രീമിംഗ് ആവുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ തന്നെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. സോണി ലിവിന്റെ സ്ഥിരം പരിപാടിയാണ് ഒരു ദിവസം മുന്നേ ഇറക്കുക എന്നുള്ളത്. എന്തായാലും മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ പടം കണ്ടിരുന്നു. ഒരു നല്ല പടമായിട്ടാണ് ഞാൻ തോന്നിയത്. എൻ്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10 ആയിട്ട് കൊടുക്കും. പിന്നെ മൂക്കുത്തി അമ്മൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ പൂജ നടക്കും പറഞ്ഞായിരുന്നു. പക്ഷെ മൂക്കുത്തി അമ്മ 2 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. പടത്തിന് അമ്മൻ എന്നുള്ള രീതിയിലില്ല. എന്തായാലും അതിന്റെ പൂജ നടന്നിട്ടുണ്ട്. അതിന് സുന്ദർസിയും നയൻതാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഇതിന്റെ പൂജയിൽ റിജിന കസാൻഡ്രയും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. വേറെ ടീമൊക്കെ കൂടി വന്നിട്ടുള്ള യുവാബൊക്കെ ഉണ്ടായാലും. പിന്നെ നയൻതാര ശൂലം പിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഇതും കിട്ടിയിട്ടുണ്ടാവും, ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ധനുഷ് അടുത്തായിട്ട് ഡയറക്ഷൻ ചെയ്യാൻ പോണ പടങ്ങളിൽ അജിത് കുമാറിനെ വെച്ചിട്ട് പടം എടുക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ധനുഷിന്റെ ഇപ്പോൾ അടുത്ത ഡയറക്ഷനിൽ ഒരാളുടെ പടം ഇഡ്ലി കടയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. അതിൽ അരുൺ വിജയ് ഉണ്ട്, ധനുഷ് ഉണ്ട്, നിത്യമേന ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എപ്പോഴും ആൾ ഡയറക്ഷൻ ചെയ്യാൻ പോകണമെന്നുള്ള അറിയില്ല. അപ്പോൾ ആളെന്തായാലും ചേരേഷ്കുമാർ എന്ന് പറഞ്ഞ ഷൂട്ടിന്റെ ഇതിലാണ്. ഓൾറെഡി കുബേര എന്ന് പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടറിയാൻ എന്തൊക്കെ ഉണ്ടാവും പോകണമെന്നുള്ളത്. പിന്നെ തുടരുന്ന പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ അടുത്തത്തെ കൺമണി പൂവ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിന്റെ മേക്കിംഗ് വീഡിയോ വരാൻ പോവാണ് ഇന്ന് 7 മണിക്ക്. പിന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ പടം സെൻസറിങ്ങിന് കൊടുത്തെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായാലും സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UBARE സർട്ടിഫിക്കറ്റാണ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. 2 മണിക്കൂറും 59 മിനിറ്റും 52 സെക്കൻഡാണ് പടത്തിന്റെ റൺ ടൈം ആയി പറഞ്ഞു നിൽക്കുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് 3 മണിക്കൂർ എന്ന് തന്നെ പറയാം. എന്തായാലും ഈ പടത്തിൽ നിന്ന് ആകെ കൂടിയിട്ട് 6 സെക്കൻഡിന്റെ ഒരു സീനാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി ഒരു 4 സെക്കൻഡ് ഒരു ഡയലോഗ് ആയിട്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നേ പറഞ്ഞു കേട്ടായിരുന്നു ദിലീപിന്റെ ബബ്ബ എന്ന് പറഞ്ഞ പടത്തിൽ മോഹൻലാൽ ഒരു ചെറിയ റോൾ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും കൺഫേം ആയ രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും ഈ ബബ്ബ എന്ന് പറഞ്ഞ പടത്തിൽ മോഹൻലാലിന് ഒരു 15 ഇഷ്ട ഷൂട്ടാണ് ഉള്ളതെന്നാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ, അപ്പോൾ അറിയാം. പിന്നെ RC 17 രാംചരന്റെ 17ാമത്തെ പടം എടുക്കുന്നത് സുകുമാർ എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ അനൗൺസ്മെന്റ് മുന്നേ തന്നെ വന്നതാണ്. മൈത്രി ഭൂമിയൊക്കെ പടം എടുക്കുന്ന അറിയിച്ചുകൊണ്ട്. എന്തായാലും ആ പടത്തിൽ നായിക എത്താൻ പോകുന്നത് സമന്ത ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. വരുമില്ല എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ സമന്തനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചെയ്തിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.